ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കൊച്ചു മിനി വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കാനും ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണേ. അപ്പോൾ ഇത് രാവിലെ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൊച്ചിന് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് ഉപ്പുമാവ് വേണമെന്ന്. നോക്കിയപ്പം പ്രത്യേകിച്ച് അങ്ങനെ വെജിറ്റബിൾസ് ഒന്നുമില്ല, പച്ചക്കറികളൊന്നും ഇരിപ്പില്ല. അതായത് നമ്മുടെ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കാറ്. അപ്പോൾ അതൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് പറയുവാണേ. ഞാൻ കുറച്ച് റവ, നമുക്ക് വറുത്ത റവയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ടൊന്നും മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തേങ്ങയും റവയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പുട്ടുപൊടിക്കൊക്കെ നനച്ച് വെക്കാറില്ലേ, അതുപോലെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നനച്ചതോടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവോള, വലിപ്പമുള്ള ഒരു സവോള കൊത്തി അരിഞ്ഞിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയിൽ നനച്ച് വെച്ചിട്ടുള്ള റവ അതിലേക്ക് തട്ടി കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം കുഴഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് പപ്പടമാണ് കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഉപ്പുമാവിൻ്റെ കൂടെ കേട്ടോ, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പഴം കൂട്ടി കഴിക്കാൻ ഇഷ്ടമല്ല, അതുകൊണ്ട് പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. ചായയൊക്കെ ഇട്ട് രാവിലത്തെ കാപ്പിപ്പൊടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഉച്ചക്കലത്തേക്ക് കറി വെക്കാനായിട്ട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നാട്ടുമാങ്ങയാണ് കേട്ടോ. നമുക്കൊരാൾ തന്നിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ പഴുത്തതല്ല, പഴുത്തയാണെങ്കിൽ നമുക്ക് മോര് കറി അതായത് പുളിശ്ശേരി വെക്കാനാണ്, മാമ്പഴ പുളിശ്ശേരി വെക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ പഴുത്തയല്ല, പച്ചയാണ് കേട്ടോ. ഭയങ്കര പുളിപ്പാണ് പച്ചയ്ക്കാണെങ്കിൽ, പഴുത്ത നല്ല മണവുമാണ്. അങ്ങനെ അത് വെച്ചിട്ട് ഒരു മാങ്ങാക്കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പടവലങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പടവലങ്ങയായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് മുട്ടയും കൂടെ ഇട്ടിട്ടുള്ളൊരു പടവലങ്ങ മുട്ടത്തോരൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. വല്യമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. പടവലങ്ങ വെച്ചിട്ട് തോരൻ ഞാൻ അല്ലാണ്ട് വെച്ച് മുട്ട ഒഴിക്കാതെ വെച്ചിട്ടേ ഉള്ളൂ. ഉണ്ടാക്കിയെടുത്തപ്പം സംഭവം കിടുവായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാവേ അതിൻ്റെ റെസിപ്പി. പടവലങ്ങ നന്നായിട്ട് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. എത്രത്തോളം കുനുകുന അരിയാമോ അത്രത്തോളം കുനുകുന അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് പൊട്ടിച്ച് സവോള ഇട്ട് വാട്ടി നന്നായിട്ട് സവോളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും കരിവേപ്പിലയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പടവലങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിക്കാതെ വേണം, നമ്മൾ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതുകൊണ്ടാണ് കുനുകുന അരിയാൻ പറഞ്ഞത്. ഒരുപാട് വലിപ്പമാണെങ്കിൽ പടവലങ്ങ വെന്ത് കിട്ടാൻ വലിയ പാടായിരിക്കും. അപ്പോൾ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് പടവലങ്ങയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ, 2-3 അല്ലി വെളുത്തുള്ളി, ജീരകം അരയ്ക്കാൻ പാടില്ല കേട്ടോ. ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് അരയ്ക്കരുത്. പകരം കുറച്ച് ഗരം മസാല പൊടിച്ചത് നമ്മൾ ഇതിലേക്ക് തട്ടിക്കൊടുത്താൽ മതി. നമ്മൾ ഈ തോരനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അരപ്പായിട്ട് എടുത്തത് കുറച്ച് കാന്താരി മുളക്, വെളുത്തുള്ളി, ലേശം മഞ്ഞൾപ്പൊടി, പിന്നെന്തായിരുന്നു, തേങ്ങ, ഇതും കൂടെ ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പടവലങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ മുട്ടയും നമ്മുടെ തേങ്ങയുടെ അരപ്പും ഒക്കെ ഒന്ന് ചിക്കി തോർത്തി നല്ലതുപോലെ ആ മുട്ടയുടെ ആ നല്ല തോരൻ പരുവത്തിലൊക്കെ ആയി വരുമല്ലോ ഒന്ന്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് തോരനാക്കി കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ വറ്റി, വെള്ളമെന്ന് പറയുന്നത് ഞാൻ വെള്ളം ഒഴിച്ചതല്ല, മുട്ടയുടെ ഇതൊക്കെ ഉണ്ടല്ലോ, മുട്ടയുടെ പച്ചയൊക്കെ ഒന്ന് വിട്ട് മാറി നന്നായിട്ട് നല്ലൊരു ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മണമാണ്. അതിലേക്കാണ് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. ചെറിയ ജീരകം അരയ്ക്കേ ചെയ്തത്. ചെറിയ ജീരകം അരച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറൊരു വൃത്തികെട്ട ടേസ്റ്റായി പോവും. നിങ്ങൾ ഗരം മസാലപ്പൊടി തന്നെ ഇടണം, നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇനി സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാലേ കൊച്ചുങ്ങൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് വേണ്ടി കൊടുത്തുവിടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു സൈഡായിട്ട് കൊടുത്തുവിടാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു തോരനാണ്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും കൂടെ അരിഞ്ഞിടാം. നമ്മൾ സാധാരണ മുട്ടത്തോരൻ വെക്കുന്നത് പോലെ തന്നെയാണ്. അതിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ പടവലങ്ങയും കൂടെ ഇട്ടാൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.